ഹലോ നാട്ടിലെ കലാസ്നേഹികളെ മാറ്റി പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു നൈറ്റ് ഡ്യൂട്ടി വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഫൈനൽ ലാസ്റ്റത്തെ നൈറ്റ് ഡ്യൂട്ടി വ്ളോഗാണ്. കാരണം ഇവിടുത്തെ നമ്മളെ പരിപാടികളെല്ലാം കലാപരിപാടികളെല്ലാം വെച്ച് കെട്ടി അവസാനിപ്പിച്ച് പോകേണ്ട സമയമായിരിക്കുന്നു. അതായത് എൻ്റെ കോഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് റിസൾട്ടും വന്നു. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പാസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കോമ്പൻസേഷൻ ഡ്യൂട്ടിയുടെ ലാസ്റ്റായിരുന്നു ഞാൻ വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ റെഡിയായി. അപ്പോൾ നമ്മൾ വ്ളോഗിലോട്ട് വരാം. നമ്മൾ റെഡിയായിട്ട് നമ്മൾ ഒരു 6:45 6:30 ആയപ്പോഴത്തേനും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് 7 മണിക്കാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മണിക്ക് നമ്മളൊരു 6:55 ആകുമ്പോഴത്തേനും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പൻസേഷൻ ഡ്യൂട്ടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര മടുപ്പായിരുന്നു. ഒരു ക്രിസ്മസ് സമയത്താണ് എൻ്റെ കോമ്പൻസേഷനൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നൈറ്റ് ഷിഫ്റ്റ് അല്ല. അപ്പോൾ അന്നെടുത്ത വീഡിയോ ആണ് സംഭവം. കുറച്ച് ബിസിയായി പോയത് കാരണം നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞു. ഇതിനകത്തുള്ള വീഡിയോസൊന്നും നമുക്ക് അധികം എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ലാതെ നമുക്ക് തെറ്റാണ്. നമ്മളങ്ങനെ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ അകത്തെ വീഡിയോ നമ്മൾ എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ 9 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്, അതായത് ഡിന്നർ കഴിക്കാനായിട്ട് വന്നു. എല്ലാവരെയും ചോറും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഞാനാണെങ്കിൽ എനിക്ക് ഈ എരിവുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ഡ്യൂട്ടി ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര എന്താ പറയുക, അതിങ്ങനെ തിരിച്ച് കയറി വരും. എന്താ പറയുക, തികട്ടലെന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓട്സും കുറച്ച് യോഗട്ടാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നന്നായിട്ട് സംസാരിച്ച് ഓരോ വാർഡിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഞാൻ 4th ഫ്ലോറിലാണ്. അവിടെ എന്ന് പറയുമ്പോൾ ഈ പ്രസവം കഴിഞ്ഞ ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ യൂട്രസ് റിമൂവ് ചെയ്ത ആൾക്കാരൊക്കെയാണ് കിടക്കുന്നത്. നല്ല കുനിഞ്ഞിട്ട് നോന്നിട്ടില്ല ഗൈസ് അവിടെ ഒന്നും. ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് നല്ല പണിയുണ്ടായിരുന്നു. പണിയെടുത്ത് തന്നെ നാട് ഒടിഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊരു ബ്രേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോയി ജ്യൂസ് കുടിച്ചു താഴെ. എന്നിട്ട് നമ്മൾ വീട്ടിൽ വിളിച്ച് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ആരെങ്കിലൊക്കെ വിളിച്ച് സംസാരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ. അങ്ങനെ എല്ലാവരും അതൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ മുഴുവനും ഞാൻ തിന്നുന്നതും കുടിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം അകത്തുള്ള വീഡിയോസ് നമുക്ക് എന്തൊക്കെ ചെയ്യുന്നു അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഈ തിന്നുന്നതും കുടിക്കുന്നതൊക്കെ വീഡിയോയിൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഡ്യൂട്ടി കയറി 10 മിനിറ്റുള്ള ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഞാൻ പിന്നെ നമ്മൾ വന്നതിന് ശേഷം സിസ്റ്റേഴ്സൊക്കെ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ പിടിച്ചിരുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസൊക്കെ വന്നിട്ട് ട്രിപ്പ് ഡിസ്കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ട്രിപ്പ് കണക്ട് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയി അത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുവാണ്, ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട്. പിന്നെ ഇപ്പോൾ നഴ്സിംഗ് പഠിച്ച് കഴിയാറായ ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ചെയ്യാതെ നിങ്ങൾ ഫുൾ എൻജോയ് ചെയ്യുക. കാരണം ഫൈനലി നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ ഓർത്ത് നിങ്ങൾ മിസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും. എനിക്കിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് എടുത്തെടുത്ത് പറയുന്നത്. പിന്നെന്താ, പിന്നെ നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നാലും മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നാലും ഇനി ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നാലും നേഴ്സുമാർക്ക് എപ്പോഴും നടത്തുമായിരിക്കും. നല്ലപോലെ നടക്കുന്ന ഒരു പ്രൊഫഷനാണ് നമ്മുടെ നഴ്സിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സമയം 3:55 3:56 അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഏകദേശം തീരാറായിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്കൊരു ഉള്ളിൽ നിന്നൊരു വിളി അങ്ങോട്ട് വന്ന് ഒരു കോഫി കുടിച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങളൊരു കോഫി കുടിക്കാനായിട്ട് കോഫി ബാറിൽ വന്ന് കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം വായി നോക്കിയിരുന്നു. പുറത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ. ക്രിസ്മസ് സമയമാകുമ്പോഴത്തേനും പുറത്ത് ഭയങ്കര തണുപ്പാണ്. പക്ഷേ അകത്ത് വാർഡിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തേനും നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം നല്ല തണുപ്പത്തിരുന്ന് ഈ ചന്ദ്രനെയൊക്കെ വായി നോക്കിയിരുന്ന് കോഫി കുടിക്കാൻ നല്ല ചുഖമാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പം എൻ്റെ കൂടെ എൻ്റെ കമ്പാനിയൻ ശ്രീലക്ഷ്മി ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫിൽറ്റർ ഇട്ട് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി. ഇതിൽ മുഴുവനും വെള്ള പുക മാത്രമേ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇതെന്ത് വേറെ ലെവലിലെ പരസ്യങ്ങളൊക്കെ ആയിപ്പോയി ഗൈസ്. എന്തായാലും ഇതൊരു അബദ്ധമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക പ്ലീസ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 7 മണിക്ക് ഇറങ്ങാം. അപ്പം നമ്മളത് 7 മണിക്ക് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴത്തേനും എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം നോക്കുമ്പോൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക്
അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഐ തിങ്ക് ഐ എം 25 ഇയേഴ്സ് ഓൾഡ് എന്നുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ 26 ആണ്. അപ്പോൾ സംഭവം എന്ന് പറയുന്നത് എനിക്ക് പഠിക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത്, അതായത് എനിക്കൊരു 8 ഇയേഴ്സ് ഓൾഡ് ആയിരുന്നപ്പോഴത്തേനും ഞാൻ നേരിട്ടത് കൊണ്ട് തന്നെ എൻ്റെ പഠിത്തം കുറച്ച് ഡിലേ ആയി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 25 ഒക്കെ ആയപ്പോഴത്തേനും, ആക്ച്വലി ഞാൻ 23ലാണ് നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങോട്ടേക്ക് ആ ഒരു 23 ഏജിൽ വരേണ്ടത്, അതായത് എല്ലാവരും പഠിച്ച് കഴിയുന്ന ഏജിൽ എനിക്ക് പഠിത്തം സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ചു. നമ്മുടെ വാർഡിലല്ല, നമ്മുടെ നഴ്സ് സ്റ്റേഷനകത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട് സ്റ്റാഫിനോട്, അതിനകത്ത് കയറി കുറച്ച് നേരം പല്ലൊക്കെ തേച്ചു. കുറച്ച് നേരമല്ല, പല്ല് തേച്ചു നന്നായിട്ട്, പല്ലൊക്കെ തേച്ചു, ഫേസൊക്കെ വാഷ് ചെയ്ത് ഇനി കുറച്ച് നേരം മോയ്സ്ചറൈസറൊക്കെ ഇട്ട് നമുക്ക് റെഡി ആയിട്ട് വേണം പോകാനായിട്ട്. ചേട്ടൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസറും ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ജനലിൽ കൂടെ നല്ല സൂര്യപ്രകാശം എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസസ് ഷോപ്പിൻ്റെ എന്നോ കൊണ്ട് ഒരു മോയ്സ്ചറൈസറാണ്. എനിക്കത് ഭയങ്കര സൂപ്പറായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്തോ ഒരു മണ്ടത്തരത്തിന് വാങ്ങിച്ചതാണ്. അപ്പോൾ തീരുന്നവരെ എങ്ങനെയെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുവാണ്. സത്യത്തിൽ ഇതൊരു സൂപ്പറായിട്ടുള്ള മോയ്സ്ചറൈസർ അല്ല എൻ്റെ ഫേസിന്, എങ്കിലും ഞാനത് യൂസ് ചെയ്ത് തീർക്കണമല്ലോ എന്ന് ഒരു രീതിയിൽ യൂസ് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഒരു ഓക്കെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇടുന്നില്ല, മോയ്സ്ചറൈസർ മാത്രമേ ഇടുന്നുള്ളൂ. കാരണം നമുക്ക് ഇപ്പോൾ ഒരു ഇളം വെയിലാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ആ ഇളം വെയിൽ കൊള്ളുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് മേക്കപ്പ് ഒക്കെ ചെയ്ത് മുടിയാൻ അപ്പോൾ ഇരുത്ത് അങ്ങോട്ട് ഇട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ അവരെന്തായാലും കോഫി ബാറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യും എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഇതാ പറഞ്ഞ വലുതായി എല്ലാവരും ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റാണൊക്കെ മുഖമൊക്കെ തടിച്ചിരിക്കും നോക്കുക എല്ലാവരും. എന്തോ ഒരു മാതിരിയൊക്കെ ഇരിക്കുന്നില്ലേ. അപ്പോൾ എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട് എന്നെ വിളിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വാഹനത്തിൽ കയറിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് ഇപ്പോൾ വെച്ച് പിടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.